ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു വെബിസോ. മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ വലിയൊരു കാടായിരിക്കും കാണിക്കുക. അവിടെയാണെങ്കിൽ ഒരു യെല്ലോ ഹുഡിയൊക്കെ ഇട്ട് ഒരു പയ്യൻ അവൻ എന്തിനൊക്കെയോ കണ്ട് പേടിച്ച് ഒരുപാട് ദൂരം അങ്ങനെ ഉഷാറായിട്ട് ഓടുകയാണ്. ഓടി ഓടി അവനിപ്പോൾ ഒരു മരത്തിന്റെ അടുത്ത് അടിച്ചു വീഴും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഒരു സ്കൂൾ ബസ് കാണിക്കും. ആ ബസ്സിലാണെങ്കിൽ 5 സ്റ്റുഡൻസ്, അവരുമായിട്ട് ആ ബസ്സിലെ ഡ്രൈവർ ഇപ്പോൾ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഹുഡിയൊക്കെ ഇട്ട് ചുന്ദരക്കുട്ടപ്പൻ, ഇവനാണ് നമ്മുടെ കഥയിലെ നായകൻ. അവന്റെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ഈ ചുന്ദരി പെണ്ണ്, അവൾക്ക് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഹീറോയ്ക്കാണെങ്കിൽ അവളുടെ മേലെ ഒരു ക്രഷ് ഉണ്ട്. ഇവളാണ് ഈ കഥയിലെ നായിക. അങ്ങനെ അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ആ ട്രിപ്പൊക്കെ എൻജോയ് ചെയ്ത് മുൻപോട്ടേക്ക് പോകും. അവരെ വളരെയധികം കെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തുമാണ് ആ ഡ്രൈവർ വണ്ടി ഓടിക്കുക. അപ്പൊ ആ സ്റ്റുഡൻസിന്റെ ടീമിൽ തന്നെയുള്ള ഒരു ഉണ്ടപ്പൻ, അവൻ്റെ അല്പം ഫണ്ണിയാണ്. അവനാണെങ്കിൽ അവന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ എന്തൊക്കെയോ വള പറഞ്ഞ് അവളെ വെറുപ്പിക്കുകയാണ്. ഈ കണ്ണാടി പെണ്ണ് ഇവളാണ് ഇവരുടെ ടീമിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ള പെൺകുട്ടി. അവൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും അവൾ ഈസി ആയിട്ട് ആൻസർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ വാനിന്റെ ഏറ്റവും പുറകിലായിട്ട് മറ്റൊരു പയ്യനെ കാണിക്കും. ഇവന്റെ പേരാണ് റെജി. അവനാണെങ്കിൽ ആ ബസ്സിലുള്ള ആരെയും തന്നെ ഒട്ടും ഇഷ്ടമല്ല. സോ ചില ക്യാനും ലൈറ്ററൊക്കെ എടുത്ത് ആണെങ്കിൽ ഹീറോയുടെ തലയിലേക്ക് വലിച്ചെറിയും. അതിന് ഹീറോ ഫുൾ കലിപ്പില് അവനെ തിരിഞ്ഞു നോക്കും. ഉടനെ റെജി ആണെങ്കിൽ മിഡിൽ ഫിംഗർ ഉയർത്തി കാണിക്കുകയാണ്. അതുകൊണ്ട് ഹീറോയും ഒരു ഫിംഗറൊക്കെ ഉയർത്തി കാണിക്കും. ഇവിടെ ബസ്സാണെങ്കിൽ ആ ഘോര വനത്തിലൂടെ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഉടനെ ഡ്രൈവർ ചോദിക്കും, നിങ്ങൾക്ക് ആർക്കൊക്കെ ലൂണാർ എക്ലിപ്സ് കാണാൻ ഏറ്റവും ഇഷ്ടം? ഒരുപാട് ആഗ്രഹവും ഇഷ്ടമുണ്ട്. അതിനാ പുറകിലിരിക്കുന്ന വികൃതി പയ്യനാണെങ്കിൽ എനിക്കിതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല, എങ്കിലും വെറുതെ ഒന്ന് കാണാമെന്ന് കരുതി മാത്രമാണ് ഞാനിതിൽ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞ് അവരങ്ങനെ ക്യാഷ്വലായിട്ടിരിക്കും. ഇവിടെ ഉണ്ട പയ്യൻ അവനാണെങ്കിൽ നിർത്താതെ ആ കണ്ണാടി പെണ്ണിനെ വെറുപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിനവളാണെങ്കിൽ ഫുൾ കലിപ്പിൽ മാറിപ്പോയി മറ്റൊരു സീറ്റിലിരിക്കും. ഡ്രൈവർ ആണെങ്കിൽ ആ കാടിന്റെ ഏകദേശം നടുവിലെത്തിക്കഴിഞ്ഞു. അപ്പോഴായിരിക്കും റോഡിന്റെ തൊട്ട് മുൻപിലായിട്ട് കുറെ മരങ്ങളും ചില്ലകളൊക്കെ ഉപയോഗിച്ച് ആ റോഡ് അങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായിട്ട് ആള് കാണുക. ആള് സൈഡിലേക്ക് നോക്കും. ആ റോഡുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു മൺ റോഡ് കാണുകയാണ്. ഡ്രൈവർ ആണെങ്കിൽ പതിയെ ആ ഒരു റോഡ് വഴി വണ്ടി മുൻപോട്ടേക്ക് കൊണ്ടുപോകും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ ഒരു വഴിയുടെ സൈഡിൽ കിടക്കുന്ന കുറെ സ്കെൽറ്റൻസ് ഒക്കെ കാണിക്കുകയാണ്. ഡ്രൈവറോ വണ്ടിയിലുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസോ അവരാരും തന്നെ ആ കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കില്ല. വണ്ടി കുറച്ചു ദൂരം മുൻപോട്ടേക്ക് പോകുമ്പോൾ തന്നെ അവിടെ മുഴുവൻ നല്ല രീതിയിൽ കോടമഞ്ഞിറങ്ങാൻ തുടങ്ങും. ഇത്രയും നേരവും അവർ മരങ്ങൾക്കിടയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവർക്ക് ചുറ്റും മരങ്ങളൊന്നും അവർക്ക് കാണാനില്ല. പക്ഷെ എന്താ, മഞ്ഞങ്ങനെ കൂടിക്കൂടി വരുന്നത് കൊണ്ട് തന്നെ ഡ്രൈവറിന്റെ വിഷൻ അത് കുറേശ്ശെ അങ്ങനെ കുറഞ്ഞു വരികയാണ്. ഡ്രൈവറും സ്റ്റുഡൻസും ഒക്കെ ചുറ്റും നോക്കും. ബസ് മുഴുവൻ അങ്ങനെ നല്ല രീതിയിൽ മഞ്ഞ് മൂടിയിരിക്കുകയാണ്. അല്പദൂരം മുൻപോട്ടേക്ക് വരുമ്പോൾ വണ്ടിയുടെ തൊട്ട് മുൻപിലായിട്ട് എന്തോ ഒന്ന് ചത്ത് കിടക്കുന്നതായിട്ട് കാണും. അതുകൊണ്ട് ഡ്രൈവർ ആണെങ്കിൽ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആ ചത്ത് കിടക്കുന്ന എന്താണെന്ന് നോക്കും. അതൊരു മാനാണ്. സോ ആ ഒരു മാനിനെ അവിടുന്ന് എടുത്തു മാറ്റണം. എങ്കിൽ മാത്രമേ അവർക്കിനി അവരുടെ യാത്ര അത് പുനരാരംഭിക്കാനായിട്ട് കഴിയൂ. ആൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഫുൾ സ്ട്രെങ്ത്തിൽ അതിനെ പിടിച്ചു വലിച്ച് കാടിന്റെ ഒരു സൈഡിലേക്ക് മാറ്റും. അപ്പോഴായിരിക്കും ഒരു കാഴ്ച കണ്ട് ആൾ ഞെട്ടുക. കട്ട് ചെയ്ത ഇവിടെ ബസ്സിൽ കുട്ടികളെല്ലാവരും ഒരുപാട് സമയമായി ഡ്രൈവറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അടുത്ത നിമിഷം ഡ്രൈവർ ബസ്സിലേക്ക് കയറി വരും. ആളുടെ തൊട്ടു പിന്നാലെ മോൺസ്റ്റർ ഫേസ് ഉള്ള ഒരാളും ഡ്രൈവറിന്റെ പുറകില് ആയുധമൊക്കെ വെച്ച് കയറി വരികയാണ്. ആളെ കാണുമ്പോൾ തന്നെ അവർക്കെല്ലാം ഒരുപാട് പേടിയാവും. ഡ്രൈവർ ആണെങ്കിൽ കുട്ടികളോട് സമാധാനത്തിൽ ഇരിക്കാനായിട്ട് പറയും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരല്പ ദൂരം ഇദ്ദേഹത്തെ കൊണ്ടുപോകണം. അതിനുശേഷം സേഫായ ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തെ ഇറക്കി വിട്ട് നമുക്ക് മുൻപോട്ടേക്ക് യാത്ര ചെയ്യാം. സോ നിങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയും. ആ ലേസി പയ്യനാണെങ്കിൽ മുൻപോട്ടേക്ക് നടന്നു വരും. അത് കണ്ട ആ വില്ലൻ അവന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്യാണ്. ഇനി ഒരു അടി നീ മുൻപോട്ടേക്ക് കാലെടുത്ത് വെച്ച അടുത്ത നിമിഷം നിന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് കൊല്ലും. അത് കേട്ട് അവനും പേടിച്ച് പുറകില് അവന്റെ സീറ്റിൽ പോയിരിക്കും. ഇവിടെ ആ ഉണ്ടപ്പനാണെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ. കാരണം ഈ ഒരു വില്ലനെ അവൻ മുൻപ് എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കില് അവനും അവന്റെ അങ്കിളും അവർ രണ്ടുപേരും അങ്ങനെ ക്യാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. അവന്റെ അങ്കിള് ഒരു പോലീസ് ഓഫീസറാണ്. സോ അവനാണെങ്കിൽ ഇല്ലാത്ത കുറെ വീരസാഹസിക കഥകള് അങ്കിളിന് പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കും. അങ്കിളിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അങ്കിളിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് ചുമ്മാ തള്ളി മറിക്കണതാണെന്ന്. ഉടനെ ഉണ്ടപ്പനാണെങ്കിൽ ഒരുപാട് തള്ളി മറിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സോസ് അത് അടുത്തുള്ള ഐപാഡിലേക്ക് അങ്ങനെ മറിക്കുകയാണ്. അവനുടനെ ഒരു ടിഷ്യൂ എടുത്ത് ആ ഐപാഡ് തുടയ്ക്കും. അപ്പോഴായിരിക്കും
ഇപ്പൊ അവൻ ബസ്സിൽ കണ്ട ആ സീരിയൽ കില്ലറിനെ കുറിച്ചുള്ള ന്യൂസ് അവൻ ഐപാഡിൽ കാണുക. അവൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അവന്റെ അങ്കിളിനോട് ചോദിക്കും. അതിന് അങ്കിൾ പറയും, ഇവൻ നിസ്സാരക്കാരനല്ല, ഒരു സീരിയൽ കില്ലറാണ്. യങ് ആയിട്ടുള്ള ടീനേജ് കുട്ടികളുടെ നാക്ക് കടിച്ചു പറിച്ച് അവരെ കൊന്നു തിന്നും. ഇവൻ അടുത്തിടെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞങ്ങളെല്ലാവരും ഇവനെ പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. കട്ട് ചെയ്ത പ്രസന്റില് ഉണ്ടപ്പനാണെങ്കിൽ ആ സീരിയൽ കില്ലറിനെ മനസ്സിലാക്കി അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ആ കില്ലർ ഗണ്ണായിട്ട് അവരുടെ ഓരോരുത്തരുടെ അടുത്തേക്ക് വന്ന് അവരുടെ ഫോണുകൾ അത് പുറത്തേക്ക് വലിച്ചെറിയാനായിട്ട് പറയും. വേറെ വഴിയില്ലാതെ പേടിച്ചു വരച്ച് എല്ലാവരും വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് ആ ഫോണുകൾ പുറത്തേക്ക് എറിയാണ്. പക്ഷെ ലേസി പയ്യൻ അവൻ മാത്രം ഫോൺ എറിയാതെ സ്റ്റബേണായിട്ട് നിൽക്കും. പക്ഷേ ആ വില്ലൻ ആ ഗണ്ണൊക്കെ കാണിച്ച് അവനെ കൂടുതൽ മിരട്ടുകയാണ്. അതിൽ പേടിച്ച് അവനും ഫോൺ ആളുടെ കയ്യിൽ കൊടുക്കും. ബസ്സാണെങ്കിൽ ഇപ്പോഴും ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ സൈൻ ബോർഡ് ഒരു ഭാഗത്ത് തകർന്നു കിടക്കുന്നതായിട്ട് കാണും. ഒരു മിലിറ്ററി ബേസിന്റെ പഴയ ബിൽഡിങ്ങുകൾ ലക്ഷ്യമാക്കിയാണ് മുൻപോട്ടേക്ക് പോവുക. അതേസമയം ബസ്സിലാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് അവർ പരസ്പരം ചില സൈൻ ലാംഗ്വേജസ് ഒക്കെ കാണിക്കാൻ തുടങ്ങും. ഹീറോ ഉണ്ടപ്പനോട് എങ്ങനെയെങ്കിലും അവന്റെ ഗണ്ണ് അത് തട്ടിയെടുക്കാനായിട്ട് പറയും. പക്ഷെ ഉണ്ടപ്പൻ അറിയാം അവൻ നിസ്സാരക്കാരനല്ല, ഒരു സീരിയൽ കില്ലറാണെന്ന്. അവനാണെങ്കിൽ അതുകൊണ്ട് തന്നെ അതിന് വിസമ്മതിച്ച് അങ്ങനെ പേടിച്ചു വിറച്ചിരിക്കും. അവരങ്ങനെ ഓരോ ആംഗ്യമൊക്കെ കാണിക്കുന്നത് കണ്ട് ആ വില്ലൻ അവർക്ക് നേരെ തിരിയും. ഓഹോ, നിങ്ങൾ എന്നെ ട്രാപ്പ് ചെയ്യാനായിട്ട് ഓരോ പ്ലാനുകളൊക്കെ ആലോചിക്കുകയാണല്ലേ. നിങ്ങൾക്ക് തന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാത്തിനെയും ഞാൻ കൊല്ലുമെന്ന് പറയും. അതിനുശേഷം ആ വില്ലനാണെങ്കിൽ ഹീറോയോട് പേര് ചോദിക്കും. ഹീറോ പേര് പറയും. ആ സമയത്ത് ബസ് അത് ഒരു ടണലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടണലിന്റെ ഏകദേശം മിഡിലെത്തേണ്ട താമസം ബസ് അങ്ങനെ സഡനായിട്ട് ഓഫാവും. സീരിയൽ കില്ലർ ആൾ ഗണ്ണൊക്കെ ചൂണ്ടി ആ ഡ്രൈവറിനോട് കാര്യം അന്വേഷിക്കും. ഡ്രൈവർ ആണെങ്കിൽ ടെൻഷനായിട്ട് പറയും, എനിക്ക് എന്താണെന്ന് അറിയില്ല, ബസ് പെട്ടെന്ന് ഓഫായി, ഇത് സ്റ്റാർട്ട് ആവുന്നില്ലെന്ന് പറഞ്ഞ് ഡ്രൈവർ ആണെങ്കിൽ 2-3 തവണ അത് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. അതിനാ സീരിയൽ കില്ലർ ദേഷ്യപ്പെട്ട് ഡ്രൈവറിനോട് ബസ് പോയി ചെക്ക് ചെയ്യാനായിട്ട് പറയും. അതിന് ഡ്രൈവർ ടെൻഷനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വാഹനങ്ങളൊന്നും റിപ്പയർ ചെയ്യാനായിട്ട് അറിയില്ല, എനിക്ക് ഓടിക്കാൻ മാത്രമേ അറിയൂ. അത് കേൾക്കേണ്ട താമസം ആ സീരിയൽ കില്ലർ ആൾ ഓടി വന്ന് ആ കണ്ണാടി പെണ്ണിനെ പിടിച്ചു വലിച്ച് അവളുടെ തലയിൽ കണ്ണു വെക്കുകയാണ്. അതിനുശേഷം ഡ്രൈവറിനെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വണ്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറയും. വേറെ വഴിയില്ലാതെ ഡ്രൈവർ ആണെങ്കിൽ താഴേക്ക് വന്ന് വണ്ടിക്ക് എന്താണ് പറ്റിയത് ചെക്ക് ചെയ്യും. അതിനുശേഷം ആ സീരിയൽ കില്ലറിനോട് പറയും, വണ്ടിക്ക് വലിയ എന്തോ കംപ്ലൈന്റ് പറ്റിയിരിക്കുകയാണ്, എന്നെ കൊണ്ട് ഇത് റിപ്പയർ ചെയ്യാനായിട്ട് കഴിയില്ല. അങ്ങനെ അവരവിടെ ഡിസ്കസ് ചെയ്യുന്ന അതേ സമയം ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ ആ ഉണ്ടപ്പയ്യനോട് പറയും, നമുക്ക് എങ്ങനെയെങ്കിലും ആ വില്ലനെ തകർത്ത് ആ ഗണ്ണ് അത് സ്വന്തമാക്കണം. ഗണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. അതിനാ ഉണ്ടപ്പനാണെങ്കിൽ പേടിച്ചു വരച്ച് അവളോട് പറയും, അവൻ നിസ്സാരക്കാരനല്ല, ഗണ്ണ് അത്ര പെട്ടെന്നൊന്നും അവന്റെ കയ്യിൽ നിന്ന് നമുക്ക് തട്ടിയെടുക്കാനാവില്ല. അവരങ്ങനെ പറയുന്ന അടുത്ത നിമിഷം അവിടെയുള്ള ആ ടണലിലുണ്ടായിരുന്ന ലൈറ്റ്സ് എല്ലാം അങ്ങനെ ഓഫ് ആവുകയാണ്. ദൂരത്തായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കും. ഇവിടെ ആ വില്ലൻ ആൾ ഡ്രൈവറിന് നേരെ തോക്ക് ചൂണ്ടി, നീ വേണം അവിടെ എന്താ സംഭവിക്കണമെന്ന് പോയി നോക്കാൻ. അവിടെ എന്താണ് സംഭവിക്കണമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി നീ ഇവിടെ വന്ന് അതെന്നോട് പറയണമെന്ന് പറയും. അത് കേട്ട് ഡ്രൈവറിനാണെങ്കിൽ നല്ല പേടി. ആളങ്ങനെ പതിയെ പതിയെ മുൻപോട്ടേക്ക് നടന്നു പോവും. അപ്പൊ തൊട്ടു മുൻപിലായിട്ട് ഒരു ചാക്കിരിക്കുന്ന കാണും. ആ ചാക്കിൽ നിന്ന് ഒരു ടെറർ ഫേസ് ഉള്ള ഒരു മോൺസ്റ്റർ പുറത്തേക്ക് വരികയാണ്. അത് ഞൊടിയിടയിൽ ആ ഡ്രൈവറിനെ പിടിച്ചു വലിച്ച് പുറഞ്ച് അറ്റാക്ക് ചെയ്ത് കൊന്നു കളയാണ്. അത് കണ്ട് ആ സീരിയൽ കില്ലർ ആ പെൺകുട്ടിയായിട്ട് അകത്തേക്ക് വരും. കുട്ടികളാണെങ്കിൽ ആ കാഴ്ച കണ്ട് നിലവിളിക്കാനായിട്ട് തുടങ്ങും. അതിനാൽ ഗണ്ണ് ചൂണ്ടി, സ്റ്റോപ്പ് ദ ഫക്ക്, ആരും മിണ്ടിപ്പോവരുത്, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ആൾ ആ വണ്ടിയുടെ കീ നോക്കും. പക്ഷെ കീ ആണെങ്കിൽ ബസ്സിലില്ല. ഉടനെ ആ സീരിയൽ കില്ലർ ആള് ആ ഉണ്ടപ്പൻ്റെ അടുത്തേക്ക് വന്ന് ഡ്രൈവറിന്റെ പോക്കറ്റിൽ ആ കീ കാണും. നീ പോയി അത് എടുത്തുകൊണ്ട് വരാനായിട്ട് പറയും. പക്ഷെ അവനാണെങ്കിൽ പേടിച്ച് പോവില്ല എന്ന് പറയും. അടുത്ത നിമിഷം ഹീറോയിൻ ആണെങ്കിൽ അത് ഞാൻ പോയി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി പതിയെ ഡ്രൈവറിന്റെ അടുത്തേക്ക് നടന്നു വരും. അവൾക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. അവള് ഒരുപാട് ശക്തിയൊക്കെ മനസ്സിലങ്ങനെ സ്വരുക്കൂട്ടി ആളുടെ അടുത്തേക്ക് വന്ന് പോക്കറ്റിൽ നിന്ന് കീ എടുക്കും. ആ ഡ്രൈവർക്കാണെങ്കിൽ ജീവനില്ല. അവള് പതിയെ ആ കീയുമായിട്ട് നടന്നു വരുമ്പോഴായിരിക്കും അവളുടെ റൈറ്റ് സൈഡിൽ ആ വിയേർഡായിട്ടുള്ള രൂപം കാണുക. അത് കാണേണ്ട താമസം അവൾ ഒച്ചത്തിൽ നിലവിളിച്ച് ഓടി ബസ്സിലേക്ക് തിരികെ എത്തും. ആ വില്ലനാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് കീ തട്ടിയെടുത്ത് ആ ലേസി പയ്യന്റെ കയ്യിൽ കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയും. പക്ഷെ അവനാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അതിനാ വില്ലൻ അവനോട് ദേഷ്യപ്പെടും, എങ്ങനെയെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യും.
ഉടനെ ആ പയ്യൻ അവൻ ഫുൾ കലിപ്പില് നിലവിളിച്ച് പറയും, നിങ്ങളിത് കണ്ടില്ലേ, ഈ വണ്ടി അത് കംപ്ലൈന്റ് ആണ്, എന്നെ കൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഗ്യാപ്പില് ഹീറോ ആണെങ്കിൽ ആ വില്ലനെ പിടിച്ചു വലിക്കും. ഉടനെ ആ ലേസി പയ്യൻ ആളുടെ കയ്യിലുള്ള ഗണ്ണ് അത് തട്ടിയെടുക്കും. അതിനുശേഷം ആ വില്ലന്റെ നേർക്ക് തന്നെ അങ്ങനെ പോയിന്റ് ചെയ്യാണ്. അവരങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന സമയം ബസ്സിന്റെ മുകളിൽ എന്തോ ഒന്ന് ചാടി വരുന്നതായിട്ട് അവർക്ക് മനസ്സിലാവും. നമ്മുടെ കുട്ടികളാണെങ്കിൽ ആ ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കുന്ന ഗ്യാപ്പിൽ വില്ലൻ ആ തോക്ക് പിടിച്ചു മേടിച്ച് ബസ്സിന്റെ മുകളിലേക്ക് എയിം ചെയ്ത് മുകളിലുള്ള ആളോട് താഴേക്ക് വരാനായിട്ട് പറയും. ബസ്സിന്റെ മുകളിൽ നിന്ന് വീണ്ടും വീണ്ടും ശബ്ദം കേൾക്കുകയാണ്. ആ വില്ലനാണെങ്കിൽ ദേഷ്യപ്പെട്ട് താഴെ വരാനായിട്ട് പറയും. ഉടനെ ആ ഒരു മോൺസ്റ്റർ ക്രീച്ചർ അതങ്ങനെ സ്ലോ ആയിട്ട് വിൻഡോയിലൂടെ താഴേക്ക് വരികയാണ്. അതിനെ കണ്ട് ആ സീരിയൽ കില്ലർ അങ്ങനെ ചിരിച്ചു കാണിക്കുകയാണ്. അടുത്ത നിമിഷം അത് ആ സീരിയൽ കില്ലറിനെ മുകളിലേക്ക് തൂക്കിയെടുക്കും. ഇവിടെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ, ബസ്സിലുള്ള കുട്ടികൾക്കാണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. അവരാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ചുറ്റും നോക്കും. അവർ അത്രയും നേരം ഗണ്ണൊക്കെ കാണിച്ച് മിരട്ടിക്കൊണ്ടിരുന്ന ആ സീരിയൽ കില്ലറിനെ ബസ്സിൽ കാണാനില്ല. അവർ പാനിക്കായിട്ട് ഓരോ ഭാഗത്തേക്ക് ഓടും. അടുത്ത നിമിഷം ആ സീരിയൽ കില്ലറിനെ കൊന്ന് അവന്റെ തല അതങ്ങനെ ജനലിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാണ് ആ മോൺസ്റ്റർ. കുട്ടികൾ അത് കാണേണ്ട താമസം വലിയ ഒച്ചയില് അങ്ങനെ നിലവിളിച്ച് കരഞ്ഞ് പുറകിലേക്ക് ഓടി മാറും. ആ സമയത്ത് ആ ലേസി പയ്യൻ അവൻ എന്തോ ഒരു കാഴ്ച കണ്ട് പുറകിലേക്ക് നോക്കുകയാണ്. അവനാണെങ്കിൽ കണ്ണിമ വെട്ടാതെ എന്തോ ഒന്നില് സൂക്ഷിച്ചു നോക്കും. അടുത്ത നിമിഷം അവൻ ഹിപ്നോട്ടൈസ്ഡ് ആയതുപോലെ ഒരു ഇല്യൂഷനിലേക്ക് പോകും. അവനാണെങ്കിൽ ഇപ്പൊ ഏതോ റൂമിൽ നിൽക്കുന്നതായിട്ടായിരിക്കും അവന് തോന്നുക. ചുറ്റും അവന്റെ ഫ്രണ്ട്സ് അവരെല്ലാവരും ഒരുപാട് അടിയിടിയൊക്കെ കിട്ടി, ഒരുപാട് ചോരയൊക്കെ വാർത്ത് അങ്ങനെ ചോരയിൽ കുളിച്ചു നിൽക്കുകയാണ്. അവൻ അവരെ അങ്ങനെ നോക്കി നിൽക്കുന്ന ഗ്യാപ്പില് ആ ഒരു മോൺസ്റ്റർ അതങ്ങനെ ചാടി വന്ന് അവനെ കടിച്ചു പറിക്കുന്നതായിട്ട് അവന് തോന്നും. ഉടനെ അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പൊ പ്രസന്റിൽ അവനെ തട്ടി വിളിക്കുകയാണ്. അവൻ ഞൊട്ടിയിടയിൽ ആ ഇല്യൂഷനിൽ നിന്ന് പുറത്തേക്ക് വരും. അവരങ്ങനെ എന്താ സംഭവിക്കണേന്ന് മനസ്സിലാവാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ആ മോൺസ്റ്റർ അത് പഴുതിയെ താഴേക്ക് ഇറങ്ങി വരിക. അത് ആ വാനിന്റെ ഡോറിൽ പതിയെ അതിന്റെ കൈവയ്ക്കും. അതിനുശേഷം അതിന്റെ ഉള്ളിലൂടെ നടന്ന് നമ്മുടെ ആൾക്കാർക്ക് നേരെ നടന്നു വരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പേടിച്ച് ഒച്ചത്തിൽ നിലവിളിക്കും. ആ ലേസി പയ്യൻ അവൻ പുറകിലുള്ള ആ എമർജൻസി എക്സിറ്റ് അത് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ആ ഡോർ ആണെങ്കിൽ ഓപ്പൺ ആവില്ല. അപ്പോഴായിരിക്കും ആ ഹീറോയിൻ പെണ്ണിന് കയ്യിലുള്ള ലൈറ്റിനെ കുറിച്ച് ഓർമ്മ വരിക. അവൾ ആ ലൈറ്റ് ഓൺ ചെയ്ത് അതിന്റെ നേർക്കടിക്കും. ലൈറ്റ് അതിന്റെ ദേഹത്തേക്ക് അടിക്കേണ്ട താമസം അതാണെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാണിച്ച് പുറകിലേക്ക് ഓടുകയാണ്. അടുത്ത നിമിഷം തന്നെ നമ്മുടെ ആൾക്കാർ ആ എമർജൻസി എക്സിറ്റ് അത് തുറന്ന് അതിലൂടെ ദൂരേക്ക് ഓടും. ഒരുപാട് ഓടിക്കഴിയുമ്പോൾ ആ ടണലിൻ്റെ ഒരു ഭാഗത്തായിട്ട് അവരൊരു ഡോർ കാണും. അത് പതിയെ തുറന്ന് അവരകത്തേക്ക് കയറിപ്പോവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ചെറിയ ടണൽ കാണും. ആ ടണലിലൂടെ ഒരു പാസേജിലേക്ക് പ്രവേശിച്ച് ഒരു റൂമിൽ നമ്മുടെ ആൾക്കാരങ്ങനെ ഒളിച്ചിരിക്കും. അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയില്ല. പക്ഷെ ഈ ഒരു ഭാഗത്തേക്ക് ആ ഒരു ബീസ്റ്റ് വരില്ല എന്നൊരു കോൺഫിഡൻസ് അവർക്ക് തോന്നും. ഹീറോ ആണെങ്കിൽ ലൈറ്റ് അടിച്ച് ആ ചുമരിന് ചുറ്റും നോക്കും. അപ്പോഴാണെങ്കിൽ ചുമരിൽ പതിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു മാപ്പ് അവൻ കാണും. ഹീറോയ്ക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു നേവി ബേസ് ആണെന്ന്. അവൻ ആ മാപ്പുമായിട്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. അതേസമയം ആ ലേസി ബോയ് അവനും അവൻ്റെ പപ്പയായിട്ടുള്ള ഒരു ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കും. ആക്ച്വലി അവൻ്റെ പപ്പയെ ഒരു റിബലായി മാറിയതെന്ന് അവരെല്ലാവരും മനസ്സിലാക്കും. ഹീറോ ആണെങ്കിൽ ആ മാപ്പ് അവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് ഇതൊരു നേവി ബേസ് ആണ്, തീർച്ചയായിട്ടും ഈ പോർഷനിലായിരിക്കും കൺട്രോൾ റൂം ഉണ്ടാവുക, ഞാൻ അവിടേക്ക് പോയി നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോയെന്ന് കണ്ടെത്താന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ അവിടേക്ക് പോകാൻ തയ്യാറാവും. ഉടനെ ഹീറോയിനും ഹീറോയുടെ കൂടെ തന്നെ അവന് ഫുൾ സപ്പോർട്ട് കൊടുത്ത് അവനോടൊപ്പം പോവാണ്. അവർ രണ്ടുപേരും ഒരു പന്തൊക്കെ കത്തിച്ച് അങ്ങനെ മുൻപോട്ടേക്ക് നടക്കും. ഹീറോയ്ക്കാണെങ്കിൽ ഇതാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലായി. അവനിപ്പോൾ നൈസായിട്ട് വളരെ ഇഷ്ടത്തോടെ റൊമാൻറ്റിക് ആയിട്ട് അവളോട് സംസാരിക്കുകയാണ്. വാവ്, നിന്നെ കാണാൻ ശരിക്കും ഒരു സുന്ദരിയാണ്, എൻ്റെ ചിത്രങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നിനക്കെങ്ങനെ ഇത്ര നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നു എന്ന് ചോദിക്കും. അതിനവളാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ അവനെ നോക്കി ചെറുതായിട്ടൊന്ന് ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ബാക്കിയുള്ള നമ്മുടെ സ്റ്റുഡൻസിനെ കാണിക്കും. അവരാണെങ്കിൽ ചുറ്റും കുറെ ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ചു വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ആ ഉണ്ടപ്പൻ അവനാണെങ്കിൽ ഇപ്പൊ കുറച്ച് പേടിയൊക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെ 2 കമ്പൊക്കെ എടുത്തു വെച്ച് കൊട്ടി പാട്ട് പാടാൻ തുടങ്ങും. അത് കേട്ട് ആ ലേസി പയ്യനാണെങ്കിൽ അവനോട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും. യു ആർ അൺബിലീവബിൾ, ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നീ അറിയുന്നില്ലേ, ഈ സമയത്ത് നീ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യാൻ ചോദിക്കും. ഉടനെ ആ കണ്ണാടി പെണ്ണ് അവളാണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് യൂറിനേറ്റ് ചെയ്യണം, നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ വരണം. ഉടനെ ആ ലേസി പയ്യൻ അവളെയും കൂട്ടി ഒരു ഭാഗത്തേക്ക് പോവാണ്.
അതേസമയം ഇവിടെ ഹീറോയും ഹീറോയിനും അവർ രണ്ടുപേരും കുറെ മുന്നോട്ട് നടന്നു വരുമ്പോഴായിരിക്കും ഒരു പ്രത്യേക ഭാഗത്ത് ഒരുപാട് ലൈറ്റും സ്വിച്ചുകളും ഒക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കാണുക. നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാം ആ മോൺസ്റ്ററിന് ലൈറ്റില് ജീവിക്കാനായിട്ട് കഴിയില്ല എന്ന്. അത് മനസ്സിലാക്കി ആരോ ഒരാളാണ് ഇവിടെ ലൈറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവർ ചുറ്റും ലൈറ്റ് അടിച്ച് നോക്കും. അവരുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഡെഡ് ബോഡി കിടക്കുന്ന അവർ കാണും. അവർക്ക് മനസ്സിലാവും ഒരുപക്ഷെ ഇവനായിരിക്കും ഈ ലൈറ്റ്സ് എല്ലാം ഇവിടെ ഫിറ്റ് ചെയ്തത്. പക്ഷേ അവനത് ആക്കുന്നതിന് മുൻപ് തന്നെ ആ മോൺസ്റ്റർ ഒരുപക്ഷെ അവനെ കൊന്നു കളഞ്ഞിരിക്കാം. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ കണ്ണാടി പെണ്ണിനെയും ലേസി പയ്യനെയും കാണിക്കും. കണ്ണാടി പെണ്ണ് ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് അവളുടെ ആവശ്യം സാധിക്കും. ലേസി പയ്യനാണെങ്കിൽ പന്തൊക്കെ തിരിച്ചു പിടിച്ച് അങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് അവനിപ്പോ അവളുടെ പേര് വിളിക്കും. പക്ഷെ അവിടുന്നാണെങ്കിൽ യാതൊരു റെസ്പോൺസും ഉണ്ടാവില്ല. അവൻ ആ പന്തം അങ്ങനെ തിരിച്ച് അവളവിടെ ഉണ്ടോ നോക്കും. പക്ഷെ അവളെ അവിടെ കാണാനില്ല. അവൻ ടെൻഷനായി ആ ഉണ്ടപ്പനെ ലക്ഷ്യമാക്കി ഇപ്പൊ ഓടാനായിട്ട് തുടങ്ങും. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാര് അവർ രണ്ടുപേരും കുറച്ചുകൂടെ മുൻപോട്ടേക്ക് നടക്കുമ്പോഴായിരിക്കും അവിടെ ഒരു ജനറേറ്ററിന്റെ വലിയ സ്വിച്ച് കാണുക. ഈ ഒരു സ്വിച്ച് അത് ഓണാക്കിയ അവിടെ മുഴുവൻ തന്നെ ലൈറ്റ് കത്തുമെന്ന് അവർക്ക് മനസ്സിലാവും. അവരത് ഓണാക്കാനായിട്ട് അതിൻ്റെ അടുത്തേക്ക് വരും. അതേസമയം ഇവിടെ ലേസി പയ്യനാണെങ്കിൽ ഉണ്ടപ്പനോട് അവളെ കാണാനില്ല എന്നുള്ള കാര്യം പറഞ്ഞ് അവർ രണ്ടുപേരും അവളെ അന്വേഷിച്ച് ഓടി വരികയാണ്. അപ്പൊ അവർ കാണും അവരുടെ തൊട്ട് മുന്നിലായിട്ട് ആ മോൺസ്റ്റർ ആ കണ്ണാടി പെണ്ണിനെ അങ്ങനെ പിടിച്ചു വലിച്ച് താഴ്ത്തിട്ട് അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ്. അത് കാണേണ്ട താമസം ലേസി പയ്യൻ അവന്റെ കയ്യിലുള്ള ആ പന്തം വെച്ച് അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാണ്. ആ ഗ്യാപ്പില് ഉണ്ടപ്പൻ അവളെ സേവ് ചെയ്ത് പുറകിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ആ ലേസി പയ്യന്റെ കയ്യിലുള്ള പന്തം അത് വെള്ളത്തിലേക്ക് തട്ടിയിട്ട് അവനെ അങ്ങനെ പിടിച്ചു വലിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് വരും. അത് അവന്റെ ക്ലോസ് എത്തേണ്ട താമസം നമ്മുടെ പെണ്ണും ചെക്കനും അവർ കറക്റ്റായിട്ട് ആ സ്വിച്ച് ഓൺ ചെയ്യും. അവിടെ മുഴുവൻ ലൈറ്റ് കത്തും. ലൈറ്റ് തെളിയേണ്ട താമസം ആ ക്രീച്ചർ ആണെങ്കിൽ അവിടുന്ന് ഇൻവിസിബിൾ ആവുകയാണ്. അതേസമയം ഇവിടെ ഹീറോയും ഹീറോയിനും അവർ രണ്ടുപേരും മുൻപോട്ടേക്ക് പോകുമ്പോൾ താഴെ ഒരു റൂം കാണും. ആ റൂമിനകത്ത് ആ ക്രീച്ചറിനെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ്, അതിനെല്ലാം പ്രധാനമായിട്ട് ഒരു ഡയറിയും ഒരു പെൺകുട്ടിയുടെയും ഒരു പയ്യന്റെ ഫോട്ടോയും അവർക്ക് കാണാൻ കഴിയും. ഹീറോയിനും ആണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ കൂടെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വരികയാണ്. ആ സമയമായിരിക്കും അവർക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇപ്പൊ അവരോട് പറയുക. ആ കണ്ണാടി പെണ്ണിന്റെ മുതുകില് ആ ക്രീച്ചർ എന്തോ ഒരു സിമ്പിള് അങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട്. അവരതിലെല്ലാം നോക്കി അതിനുശേഷം ആ റൂമിലേക്ക് വരും. പിന്നീട് ആ ഡയറി ഓപ്പൺ ചെയ്ത് ഹീറോ ആണെങ്കിൽ ആ ഡയറി വായിക്കാനായിട്ട് തുടങ്ങും. വർഷങ്ങൾക്ക് മുൻപ് ആ ഫോട്ടോയിൽ കണ്ട പയ്യനും ചെക്കനും അവർ രണ്ടുപേരും സിബ്ലിങ്സ് ആണ്. അവര് ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് വേണ്ടി ഇവിടേക്ക് എത്തി. നമ്മൾ ഫിലിമിന്റെ ഓപ്പണിംഗ് സീനിൽ കണ്ട അതേ മഞ്ഞ ഹുഡിയിട്ട പയ്യനും അവന്റെ സിസ്റ്ററുമാണ് അവിടേക്ക് നടന്നെത്തുക. അവനാണെങ്കിൽ എന്തൊക്കെയോ കാര്യമായിട്ട് ചെക്ക് ചെയ്ത് വരുന്ന സമയം അവന്റെ സിസ്റ്റർ അവളാണെങ്കിൽ തൊട്ടടുത്ത് കണ്ട ഒരു ടണലിലേക്ക് കയറിപ്പോവും. അവൾ ആ ടണലിലേക്ക് കയറേണ്ട താമസം എന്തോ ഒന്നിനെ കണ്ട് അങ്ങനെ പേടിച്ച് ഭയന്ന് നിൽക്കുകയാണ്. അടുത്ത നിമിഷം അവളെ എന്തോ ഒന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അവളുടെ നിലവിളി കേട്ട് അവൻ പേടിച്ച് തിരിഞ്ഞോടുകയാണ്. അങ്ങനെ അവൻ ഓടി ആ കാടിന്റെ നടുഭാഗത്തേക്ക് വരും. അല്പ ദിവസത്തിനുള്ളിൽ തന്നെ അവനെ പോലീസ് കണ്ടെത്തി തിരികെ കൊണ്ടുപോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആള് ഏജ്ഡായി തന്റെ സിസ്റ്ററിനെ കാണാതായ അതേ ടണലിലേക്ക് തന്നെ തിരികെ വരികയാണ്. സിസ്റ്ററിന്റെ തിരോധാനത്തിന്റെ പിന്നില് ആ മോൺസ്റ്റർ ആണെന്ന് തിരിച്ചറിഞ്ഞ് ആളാണ് അവിടെ ഇത്തരത്തില് ഒരു സെറ്റപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടെ മുഴുവൻ തന്നെ ലൈറ്റ് ഒക്കെ ഫിക്സ് ചെയ്തത്. പക്ഷേ എന്താ ആ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് തന്നെ ആ ഒരു മോൺസ്റ്റർ അത് ആളുടെ അടുത്തേക്ക് വന്ന് അവിടെ വെച്ച് തന്നെ കൊന്നു കളയും. നമ്മുടെ ആൾക്കാർ ഈ സ്റ്റോറിയൊക്കെ കേട്ട് ആകെ ടെൻസ്ഡ് ആവും. ഒരു കാരണവശാലും ഇനി അതിനെ വെറുതെ വിടാൻ പാടില്ല. അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതിരുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം അവരാണെങ്കിൽ ആ വലിയ ലൈറ്റൊക്കെ ഓണാക്കി നോക്കും. അതാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. സോ ആ ഒരു ക്രീച്ചർ മോൺസ്റ്ററിനെ എങ്ങനെയെങ്കിലും അവിടേക്ക് കൊണ്ടുവന്ന് അതിന്റെ ദേഹത്തേക്ക് ഈ ലൈറ്റ് അടുപ്പിക്കണം. ഉറപ്പായാലും ആ കണ്ണാടി പെണ്ണിന്റെ ദേഹത്ത് അതൊരു സിമ്പൽ പതിപ്പിച്ചിട്ടുണ്ട്. സോ അവളെ തേടി അത് തീർച്ചയായിട്ടും വരാതിരിക്കില്ല എന്ന് പറഞ്ഞ് അവരെന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. കണ്ണാടി പെണ്ണിന്റെ രക്തം പുരണ്ട ഡ്രസ്സ് അതുപയോഗിച്ച് അവർ ആ മോൺസ്റ്ററിനെ അവിടേക്ക് എത്തിക്കുകയാണ്. അത് ക്ലോസ് എത്തുന്ന താമസം അവർ ആ ലൈറ്റ് ഓൺ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ലൈറ്റ് ഓൺ ആവില്ല. ആ മോൺസ്റ്റർ ആണെങ്കിൽ അങ്ങനെ സെൻസ് ചെയ്ത് ഇപ്പോ ആ ഒരു കണ്ണാടി പെണ്ണിന്റെയും ഹീറോയിന്റെയും തൊട്ടടുത്ത് എത്തുകയാണ്. അത് അവരുടെ അടുത്തെത്തേണ്ട താമസം ആ ലൈറ്റ് ഓൺ ആവും. കണ്ണാടി പെണ്ണും
ഹീറോയിനും അവർ രണ്ടുപേരും ആ വെളിച്ചത്തിൽ പുറത്തേക്കുള്ള എക്സിറ്റ് കാണുകയാണ്. അവരതുവഴി ഉഷാറായിട്ട് ഓടും. ജസ്റ്റ് മിസ്സിന് ആ ഒരു ക്രീച്ചറും വെളിച്ചത്തിൽ അധിക നേരം പെടാതെ അവരുടെ പിന്നാലെ ഓടി വരികയാണ്. ഇവിടെ രണ്ട് ഗേൾസ് ഓടി ഓടി ഓൾമോസ്റ്റ് ആ എൻട്രൻസിന്റെ അടുത്തെത്തി. പുറത്തെ വെളിച്ചം കണ്ട ആ ക്രീച്ചർ ആണെങ്കിൽ അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുകയാണ്. കാരണം അതിനെ കൊണ്ട് ഒരിക്കലും വെളിച്ചത്തേക്ക് വരാനാവില്ല. പക്ഷേ നമ്മുടെ ചെക്കന്മാർ അവരിപ്പോഴും ആ ഒരു ടണലിൻ്റെ അകത്ത് തന്നെയാണ്. അവരെങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും ചിന്തിച്ച് ഗേൾസ് ആണെങ്കിൽ ടെൻഷനാവും. അപ്പോഴായിരിക്കും അവർ 3 പേരും വലിയ പന്തൊക്കെ കത്തിച്ച് അതിൻ്റെ നേർക്ക് ഓടി വരിക. ആ മോൺസ്റ്ററിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പുറത്തേക്ക് പോയാൽ അത് വെളിച്ചത്തിൽ പെട്ടില്ലാതാവും. ഇവിടെ അവരാണെങ്കിൽ തീയും വെളിച്ചമായിട്ട് അതിൻ്റെ അടുത്തേക്ക് ഓടി അടുക്കുകയാണ്. അതാണെങ്കിൽ വലിയ ശബ്ദത്തിൽ അങ്ങനെ നിലവിളിക്കും. അടുത്ത നിമിഷം നമ്മുടെ ചെക്കന്മാർ ആ തീപ്പന്തം അതിൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഗേൾസിൻ്റെ അടുത്തേക്ക് അങ്ങനെ പാഞ്ഞെത്തും. ഇവിടെ ആ തീയിൽ പെട്ട് ആ മോൺസ്റ്റർ അങ്ങനെ നിലവിളിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർ ഈ കാര്യങ്ങളെല്ലാം പോലീസിനെ അറിയിക്കുകയാണ്. ഒരുപാട് പോലീസുകൾ അവിടേക്ക് എത്തും. ഒരു പോലീസ് ഓഫീസർ മാത്രം ആ ടണലിലൂടെ കയറി അകത്തേക്ക് വരും. അടുത്ത നിമിഷം അവൻ എന്തോ കണ്ട് അങ്ങനെ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു ഫിലിമും അവസാനിക്കുന്നു.